എല്ലാറ്റിലും സ്തോത്രം. യോശുവയ്ക്ക് ശേഷം സ്തോത്രം ആ യോർദാൻ പടിക്കൽ വരെയുമുള്ള യാത്ര പ്രത്യാശയോടുകൂടിയുള്ള യാത്രയാണ്, ആ വാഗ്ദത്ത ദേശം പിടിക്കുവാൻ. എന്നാൽ വാഗ്ദത്തത്തിലേക്ക് ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ ദുഷ്ടനോട് നേരിട്ട് യുദ്ധം ചെയ്തല്ലേ പറ്റും. മരുഭൂമിയിലൊന്നും യുദ്ധമില്ല. സ്തോത്രം, ഹല്ലേലൂയ. യോർദാനോട് അടുത്ത് കഴിയുമ്പോഴാണ് യുദ്ധമുള്ളത്. മരുഭൂമിയിൽ വേറെ ഒന്നിൻ്റെ തണലില്ല, ദൈവത്തിൽ ആശ്രയിച്ച് പോകുകയാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില സന്ദർഭങ്ങളിൽ വലിയ പ്രതികൂലങ്ങളൊന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ തണൽ, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പം അങ്ങനെ ഒരു യാത്രയുണ്ട്. നാം അങ്ങനെ യാത്ര ചെയ്യണം ദൈവത്തിൻ്റെ തണലിൽ. നമ്മൾ വാസ്തവമായി ഇപ്പം വായിച്ച സങ്കീർത്തനത്തിലുണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും. സ്തോത്രം. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിരേ. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. വലിയ പ്രഭുവാ, വലിയ ധനികനാണ്, വലിയ ജന്മിയാ. നിങ്ങൾ അവരിലൊന്നും ആശ്രയിക്കരുത്. നിങ്ങൾ ബലഹീനരായിരിക്കും. വലിയ വിദ്യാഭ്യാസം കാണത്തില്ല, വലിയ നന്മയൊന്നും കാണത്തില്ല, കഴിവൊന്നും കാണത്തില്ല, ആരോഗ്യം കാണത്തില്ല, സൗന്ദര്യം കാണത്തില്ല. പക്ഷെങ്കിൽ സ്തോത്രം, നിന്നീ കാണുന്ന വലിയ പ്രഭുവായിരിക്കും, വലിയ ധനികനായിരിക്കും, വലിയ വിദ്യാസമ്പന്നനായിരിക്കും, ഭരിക്കുന്നവനായിരിക്കും. പക്ഷേ പ്രഭുക്കന്മാരിൽ നിങ്ങൾ, ദൈവം പറയുക, മനുഷ്യരല്ല, ദൈവം പറയുക. പ്രഭുക്കന്മാർ ആശ്രയിക്കരുത്. എത്ര പ്രഭുവായാലും സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും വരുത്. ഇതൊക്കെ നമുക്ക് സാധ്യതയുള്ളതാണ്. തന്നെയുമല്ല, നമ്മൾ ഈ ദേശത്തായാലും നാട്ടിലായാലും ഒക്കെ സ്തോത്രം, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊരു നന്മ ചെയ്തു, സ്തോത്രം, പിന്നെ നമ്മൾ ആയുസ് മുഴുവനും അവൻ്റെ ഒരു അടിമയായിരിക്കണമെന്നാണ് അവൻ്റെ വിചാരം. അതാ മനുഷ്യൻ സഹായിച്ചാലുള്ള പ്രത്യേകത. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു മേടിക്കണം. മനുഷ്യൻ തരുന്നതിനെല്ലാം ലിമിറ്റുണ്ട്. ദൈവം തരുന്നതോ, മനുഷ്യന്റെ കൈ കൊണ്ട് തരുന്നത് എത്രയുണ്ടോ, ദൈവത്തിന്റെ കൈ കൊണ്ടോ തന്നാൽ എങ്ങനെ ഇരിക്കും? അവിടെ അതിനെക്കുറിച്ച് ഇരിക്കുന്ന അമർത്തി കുലുക്കി, പിന്നെ അമർത്തി കുലുക്കി, കവിഞ്ഞോരളവ് നിന്റെ മടിയിൽ തരുമെന്ന്. അതാ ദൈവം തരുന്നത്. അപ്പം ദൈവത്തോട് ചോദിക്കണം. ദൈവത്തോട് ചോദിക്കുന്ന, മനുഷ്യനോട് ചോദിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ സെറ്റപ്പും അവൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട് അവനോട് ചോദിച്ചാൽ 100 രൂപ കിട്ടും എന്ന് വിചാരിച്ച. പക്ഷേ ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണു മുമ്പിലൊന്നും കാണത്തില്ല. പക്ഷേ കാണുന്ന ഒന്നും മനസ്സിലായിക്കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചവനോടാണ് ഞാൻ ചോദിക്കുന്നത്. ധന്യനായ ഏകാധിപതി അവൻ മാത്രമേ ഉള്ളൂ, അവന് തുല്യം പറയാൻ ആരുമില്ല. അത്ര ധനികനാ, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. എന്നാൽ ധന്യനായ ഏകാധിപതി ദരിദ്രനായി നമ്മെ സമ്പന്നനാക്കാൻ, അതാ അവൻ നിന്നെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. അപ്പം അവൻ ദരിദ്രനായി, സ്തോത്രം, നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ ദരിദ്രനായെന്ന് പറയുമ്പോൾ അവൻ്റെ നന്മയെല്ലാം ആരിൽ വന്നു? നമ്മിൽ വന്നു. അപ്പോൾ ഇപ്പോൾ ആരാ നമ്മൾ സമ്പന്നരാകേണ്ടത്? അപ്പോൾ നമ്മളാരാ ഇപ്പം സമ്പന്നരാ? നമ്മൾ പറയുന്നത് നമ്മളാരാ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ സമ്പന്നരാകേണ്ടത് ആദ്യം തന്ന അനുഗ്രഹം നമ്മൾ എല്ലാം നല്ല തരംതിരിച്ചാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവേ ജീവൻ ശരീരം വന്ന നമ്മൾ തിരിച്ചാ പറയുന്നത്. ഇതുപോലെ തന്നെയാ നമ്മൾ പറയുന്നത് അനുഗ്രഹം ഇവിടുത്തെയാ. പക്ഷേ ദൈവം പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന. അപ്പൊ സ്വർഗത്തിലെ അനുഗ്രഹം ഒന്നാമത്തെ പറയാം. അതിന്റെ കാര്യം എന്താ അത് പറയാൻ ഈ ലോകത്തിലുള്ള എല്ലാം ദ്രവിച്ചു പോകുന്നതാ. വാട്ടം ചുളുക്കം മാലിന്യമില്ലാത്ത സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അതാ നിനക്ക് ഒന്നാമത് ദൈവം തരുന്നത്. അത് നഷ്ടപ്പെട്ടു പോകുന്നാൽ, അത് കുറഞ്ഞു പോകുന്നതല്ല, അത് അതാണ് പുതുവരിക്കാത്തത്, ദുഷ്ടൻ തുരന്ന് മോഷ്ടിക്കാത്തത്. അങ്ങനെ ഉള്ളിടത്ത് നിന്റെ ദ്രവ്യ സമ്പാദിച്ചു കൊള്ളുവീൻ. സ്തോത്രം. അതുകൊണ്ട് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്,
സ്തോത്രം. ഇത് പറയുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞാട്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കണ്ണടച്ച് നിങ്ങൾ ഈ മൗനത്തിലിരുന്ന് മൗനത്തിലെങ്കിലും പറയണം. ഞാൻ പറയുന്ന ഉടനെ അതൊരു ജൽപ്പനം പോലെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ഏറ്റു പറഞ്ഞു തന്നിരിക്കും. അതിനേക്കാൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കും. അതാണ് ശരിയായ പറച്ചിൽ. കർത്താവ്, എൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെ ഞാനാകട്ടെ, എൻ്റെ തുണയാളിയാകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളാകട്ടെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ, മനുഷ്യരിൽ ആശ്രയിക്കാൻ അനുവദിക്കാതെ ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. അത് പറയുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, മനോഹരമായൊരു സങ്കീർത്തനം. ഞാൻ അതിനെ ഒന്നും വിവരിക്കുന്നില്ല. അത് പറയുമ്പോൾ സ്തോത്ര നമുക്ക് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമ്മോടുള്ള ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട്. നമ്മോടുള്ള ദൈവത്തിൻ്റെ നിയമം എന്താ? നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട്. സ്തോത്രം. യെശയ്യാ 59 തന്നെയാണ്. 59ന്റെ 21. സ്തോത്രം. ഇത് പറയുമ്പോൾ യെശയ്യാ 59 59 30 21 ഒന്ന് വായിച്ചേ. അപ്പം ദൈവം നമ്മളോട് ചെയ്തിരിക്കും, ദൈവ മക്കളോട് ചെയ്തിരിക്കുന്ന നിയമമാ. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ തന്ന എൻ്റെ വചനം നിന്റെ വായിൽ നിന്നും ഹല്ലേലൂയ. വാക്യം ഇഷ്ടമാണ്. ഇത് പറഞ്ഞതോട് പ്രാർത്ഥിക്കും, സ്തോത്രം പറയും. ഇത് നമുക്ക് വേണ്ടിയുള്ള വചനമാണ്, ശരിയല്ലേ? നമുക്ക് വേണ്ടിയുള്ള വചനമല്ലേ? കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഇനി ഒന്നുകൂടെ ഒന്നിച്ച് എഴുതി കാണിക്കല്ലേ, ഒന്നിച്ച് ഇനി ഒന്ന് വായിച്ചേ. ഒരു ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പോവാ. എന്താണെന്നറിയത്തില്ല, ഇതിങ്ങനെ കയറി വരുന്നത്, അതുകൊണ്ടാണ്. വായിരേ, എല്ലാവരും ഒന്നിച്ച് വായിച്ചേ. ഞാൻ, ദൈവം പറയുന്നു, ഞാൻ അവരോട്, സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള നിന്റെ വായിൽ തന്ന നിന്റെ സന്തതിയുടെ ഈ നന്മ അതിന് മുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. നിന്റെ തലമുറയുടെ സമാധാനം വലുതായിരിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് കെട്ടി നിന്നതും, അല്ലേ? അല്ലേ? കെട്ടി നിന്നതും തൊട്ട് മോളത്തെ വാക്യമാണ്. സ്തോത്രം. 19 വൈര് കെട്ടി നിന്നതാണ്. നിങ്ങൾ നോക്കണം, നന്മയെല്ലാം കൂടെ കെട്ടി നിൽക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനല്ലേ? പക്ഷെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഈ സുനാമി കടിക്കുന്നു, വെള്ളം ഇങ്ങോട്ട് ഇരച്ചു വരുന്നത് പോലെ നോക്കിയാ, അങ്ങനല്ലേ ഇരിക്കുന്നേ? കെട്ടി നിന്നു യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതായ നദി പോലെ നിന്റെ മേൽ നന്മ വരും. അപ്പം അതാണ് സ്തോത്രം. തുള്ളനരിച്ചതും സ്തോത്രം യോവേൽപ്പുറത്തിൽ പറഞ്ഞത്, തുള്ളനരിച്ചതും വെട്ടിക്കളി ഭക്ഷിച്ചതും വിട്ടിലരിച്ചതും പച്ചപ്പുതു തിന്നതുമായ സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞാൻ നിനക്ക് നന്മ തരും. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇത്, സത്യമാണ്. അത് ഇതുവരെ കിട്ടിയില്ലയോ, അതെല്ലാം കൂടെ നിന്റെ മേൽ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ ശക്തനാണ്. അതിനെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ തലമുറയുടെ സമാധാനം വലുതായിരിക്കും. ഇതെല്ലാം ശരിയാണ്. പക്ഷെ 21ാമത്തെ വാക്യം നിങ്ങൾ നോക്കണം. എന്താ? അതൊരു വ്യവസ്ഥയാണ്. നിന്റെ മേൽ പകർന്ന, അപ്പൊ നിന്റെ മേൽ എന്തോ വേണം? നിന്റെ വായിൽ തന്ന എൻ്റെ വചനം, അപ്പൊ നിന്റെ വായിൽ എന്തോ വേണം? ഇതുണ്ടെങ്കിൽ നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും ഒഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, വിട്ടുപോകാതിരിക്കണമെങ്കിൽ നിന്റെ വായിൽ എന്തോ വേണം?
വചനം വേണം. നിന്റെ മേൽ എന്താ വേണം? അഭിഷേകം വേണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥനയാ, ദൈവമേ ഒരു സംഭവമാക്കണമേ. മോനെ, നീ വായിച്ചോടാ ബൈബിൾ, നീ പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ ഈ അഭിഷേകമുണ്ടോ? നിന്റെ വായിൽ ഈ വചനമുണ്ടോ? വ്യവസ്ഥ കൊണ്ടോ കിടക്കുന്നത്. അപ്പൊ നമ്മളിരുന്ന് കുത്തിയിരുന്ന് ഇന്ന് തൊട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി, ഈ അഭിഷേകം പ്രാപിച്ചു. ആ അഭിഷേകം എന്ത് ചെയ്തു? നമ്മുടെ തലമുറയിലേക്ക് വന്നു. അപ്പൊ തലമുറ ഇരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? വചനം വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അവന്റെ തലമുറ പിന്നെ വന്നു. അപ്പൊ ഇതെന്നേലും നിൽക്കുമോ? അപ്പം വ്യവസ്ഥ എവിടെ കിടക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒന്ന് നമ്മളിൽ ഇല്ലെങ്കിൽ, നിന്റെ മേലില്ലെങ്കിൽ നിന്റെ തലമുറയിലും കാണത്തില്ല. നിന്റെ തലമുറയിൽ ഇല്ലെങ്കിൽ വ്യവസ്ഥ. മനസ്സിലായോ? ശരിയാണോ? നിങ്ങൾ നോക്കി, ഇതൊക്കെ എന്തോ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ദൈവത്തിൻ്റെ വ്യവസ്ഥയുണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ. ആ അനുഗ്രഹം നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നിന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. 54:17 വാക്യം വായിച്ചു. 54:17 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ആ ആ ആ ആ ആ നീതി ഇത് തന്നെയാകുന്നു എന്ന് യഹോവ. അപ്പം ദൈവത്തിന്റെ അവകാശം എന്താണ്? രണ്ട് കാര്യം പറഞ്ഞു. നമ്മളോടും പറഞ്ഞു, നമ്മുടെ തലമുറയോടുള്ള വ്യവസ്ഥയെ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ നാവിൽ വചനമുണ്ടെങ്കിൽ തലമുറകളുടെ മേൽ അവരുടെ തലമുറയിലുണ്ടാകും. അടുത്ത് പറയുകയാണ്, നീ ഒന്നും കണ്ട് ഭയപ്പെടണ്ട. നിനക്കെതിരായി എന്തെല്ലാം ആയുധം പിശാചുണ്ടാക്കിയാലും അത് നിന്റെ മേൽ ഫലിക്കയില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഞാൻ വീണ്ടും പറയട്ടെ, ഇവിടെ നല്ല എവിടെയായാലും ഇത് കേൾക്കുമ്പോൾ ഇത് നാവെടുത്ത് നീ അവിടെ നിന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ഉച്ചരിക്കണം. പറഞ്ഞു പറയിക്കുകയല്ല, പറയണം, കർത്താവേ, ഞാൻ പോലും അറിയാതെ എനിക്കെതിരായി ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കാതെ വണ്ണം നിന്റെ മഹത്വം എന്റെ മേൽ വെളിപ്പെടണമേ, നിന്റെ ശക്തി എന്റെ മേൽ അയക്കണമേ. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഞാൻ പോലും അറിയാതെ പിശാച് അവന്റെ ആയുധപ്പുരയിൽ ഉണ്ടാക്കുന്നതൊന്നും ഫലിക്കാതെ വണ്ണം അവന്റെ മഹത്വം എന്നിൽ വെളിപ്പെടട്ടെ. ഓ സതുരജാല വരഗന്ധരകല ബൗഢപരബന്ധുര അതരജാല വരഗച്ചാര ദിഗല ശൈലപരവ അപ്തര രാജപധീകല ഹസ്തര ബൗഢപരബന്ധുര രാജപരവൽ അതരാ ജുഡവല രഗച്ചാര ദിഗല ശൈലപരബന്ധുര അതരജാല വരഗച്ചാര ദിഗല. ശക്തിയോട് ആരാധിക്ക്, ആത്മശക്തി ആവരിക്കട്ടെ. ഓ സതുരജാല വരഗന്ധര രഗല ബൗഢപരബന്ധുര അതരജാല വരഗച്ചാര ദിഗല ശൈലപരബന്ധുര അതര ജുഡവല രഗച്ചാര ദിഗല ശൈലപരബന്ധുര രാജപരവൽ അപ്തരാജപധികല ശൈലപരബന്ധുര രാജപരവല ബൗഢപരവ. ഓ സതുരരാജപ റിബല ബൗഢപരബന്ധര രാജപരവല. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ കൃപ, യേശുവിന്റെ മഹത്വം, 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 യേശുവിന്റെ മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ശക്തി ഇപ്പോൾ ഞങ്ങൾ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തീ ഞങ്ങളുടെ മേൽ കത്തട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ. ഇങ്ങനെയാ സ്തോത്രം നമ്മൾ നമുക്കെതിരായി വെച്ചിരിക്കുന്ന കെട്ടരിക്കുന്നതും നുകം കുടഞ്ഞു കളയുന്നത്. സ്തോത്രം. നുകം ചുമ്മാതെ പോകത്തുള്ളൂ, ഇത് കുടഞ്ഞു കളഞ്ഞാലേ പറ്റത്തുള്ളൂ. നുകം കുടയണമെങ്കിൽ കെട്ടരിഞ്ഞേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾ എല്ലാവരിലുമുണ്ട്, വിചാരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 27:40 വാക്യമാണെന്ന് തോന്നി. ഒന്ന് വായിച്ചേ. സ്തോത്രം. 27:40. നിങ്ങൾ വിചാരിക്കരുത് എനിക്കൊന്നുമില്ല, ഞാൻ അല്പമായിട്ടൊക്കെ അന്യഭാഷ പറയുന്ന, ചിലപ്പോഴൊക്കെ ഒരു വെളിപ്പാട് കാണുന്ന, എന്നിൽ ഇതൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. വായിരേ, കണ്ടോ നിന്റെ കെട്ട് ആ ആ ആ സൂത്രം. എത്രാമത്തെ വാക്യം വരുന്നു? 27 ആ
നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. അടുത്ത് നോക്കിക്കേ. അപ്പം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാം? സ്തോത്രം. ഈ കെട്ടുള്ളിടത്തോളം, നുഖമുള്ളിടത്തോളം നിന്റെ സഹോദരനെ നീ സേവിക്കൂ. നീ എന്നും ഒരു അടിമയായിരിക്കും. പിന്നെ നീ എന്നും പോയി എന്നും സ്തോത്രം എന്തെങ്കിലും വാളുകൊണ്ട് ഇറങ്ങിയാലേ നിനക്ക് ജീവിക്കാൻ കിട്ടത്തുള്ളൂ. നിന്റെ വാളുകൊണ്ട് നീ ദൈവത്തിനൊരു സ്വസ്ഥതയുണ്ടോ? മനസ്സിലായോ? അത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം എന്താ? കെട്ടരിയുന്നില്ല. കെട്ടരിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ മുഖം എന്ത് ചെയ്യും? കുടഞ്ഞു കളയും. മുഖം കുടഞ്ഞു കളയുമ്പോൾ പിന്നെ നീ ആർക്കും അടിമയല്ല. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരിലും ഉണ്ട് ഈ കെട്ട്, എല്ലാവരിലുമുണ്ട്. അതരിക്കണം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വീട്ടിലൊക്കെ ഇരുന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരഞ്ഞെന്ത് ചെയ്യണം? നമ്മൾ ഒരു കടുങ്കെട്ട് വീഴുകയാണ്, ഒരു കെട്ട് വീഴുകയാണ്. എങ്ങനെ ഇരിക്കുന്നത്? ധൃതി കൂട്ടിയാൽ പറ്റുമോ? ഇല്ല. അത് കുത്തിയിരുന്ന് എന്ത് ചെയ്യണം? അത് കുടഞ്ഞാൽ പോകുമോ? അത് കുടഞ്ഞാൽ പോകത്തില്ല. കുത്തിയിരുന്ന് എന്ത് ചെയ്യണം? അപ്പം വീട്ടിലിരുന്ന് കണ്ണുനീരോട് വിഷയങ്ങൾ, കർത്താവേ, എൻ്റെ പിതൃഭവനത്തിലുള്ള എൻ്റെ പപ്പായുടെ ജീവിതത്തിലോ മമ്മിയുടെ ജീവിതത്തിലോ പിതൃപാരമ്പര്യമായിട്ടുള്ളത് അങ്ങയ്ക്ക് ദോഷമായിട്ട് ഏതെങ്കിലും, അത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്നും വിവരിക്കാൻ പറ്റത്തില്ല. കൂടുതലൊന്നും കാണത്തില്ല. അടുത്ത് താമസിക്കുക വിധവയാരാണ്ട് ചീത്ത വിളിച്ചായിരിക്കും. അതോടെ കിടക്കുക. ദൈവം മറക്കത്തില്ല. അത് ഏറ്റു പറയണം. വന്നു കൂലി ചെയ്തു, സ്തോത്രം, ഹല്ലേലൂയ, വീടിൻ്റെ സ്തോത്രം ഉത്തരം വെച്ചു, അല്ലേ ഇത് വെച്ചു, ആ മോന്തായി വരുന്ന കരയും, നീ സ്വസ്ഥമായിട്ട് അതിനകത്ത് പാർക്കത്തില്ല. ഇങ്ങനെയുള്ള ശാപങ്ങളുണ്ടെന്ന്, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത് ചുമ്മാതെ പറ്റത്തില്ല. ഇതിരുന്ന് കുത്തിയിരുന്ന് അങ്ങോട്ട് വെളിപ്പെടുത്തുമില്ല. ഇത് കുത്തിയിരുന്ന് ഈ കരഞ്ഞ് എൻ്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ എൻ്റെ ചാർച്ചക്കാരിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ എൻ്റെ തുണയാളിയുടെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഏതെങ്കിലും വിധത്തിൽ ദുഷ്ടൻ അവകാശം പറയുന്നു എന്നിലോ എൻ്റെ തലമുറയിലുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവമേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായില്ലേ, നിന്റെ നാമത്തിൽ അരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് അവിടെ ഇരുന്ന് അരിച്ചിട്ട് ആത്മാവിൽ തീ കത്തുന്ന ആരാധനയിൽ കുടഞ്ഞു കളയണം. നൂക്കം കുടയുമ്പോൾ അത് കത്തിയെറിയും. സ്തോത്രം. അങ്ങനെ ഇതെല്ലാവർക്കും വെച്ചിരിക്കുക. എല്ലാവരോടും സ്തോത്രം. ഗലാത്യ ലേഖനം അവസാനത്തെ അധ്യായം വായിച്ചു നോക്കണം. സ്തോത്രം എടുക്കണ്ട. എല്ലാവരോടും ദൈവം ദയ കാണിക്കേണ്ടതിനെ സർവരെയും പറയാം. വാക്യോ പറഞ്ഞു, ആരോ പറഞ്ഞു, പാപത്തിൻ്റെ കീഴിൽ സർവരെ ദൈവം അടച്ചപ്പം പാപമില്ലാത്തവൻ ആരുമില്ലെന്ന്. അതെന്തിനാണ്? എല്ലാവരോടും ദൈവത്തിനെ ദയ കാണിക്കാൻ. എല്ലാ വാക്യങ്ങൾക്കും അതിൻ്റെ അർത്ഥമുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. അപ്പോൾ ആർക്കും സ്തോത്രം. റോമർ 3:23 വാക്യത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനിലും ഒരുത്തനിലും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെന്ന്. അപ്പോൾ ആർക്കും പറയാനില്ല. അപ്പം എല്ലാവരിലും ഈ ബന്ധനമുണ്ട്, എല്ലാവരിലും ഈ കെട്ടുണ്ട്. എന്നിലില്ലെന്ന് പറഞ്ഞു നടന്നാൽ നീ അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ കാലത്ത് 18 വർഷമായി ഒരമ്മച്ചി ഇവിടെ ഒരു കൂനുമില്ലാഞ്ഞിട്ട് പള്ളിയിൽ വരുന്നില്ല, ചർച്ചയിൽ വരുന്നില്ല. ഈ അമ്മച്ചിക്ക് 18 വർഷമായി കൂനുണ്ട്. പക്ഷെ എവിടെ വരുന്നുണ്ട്? ദൈവാലയത്തിൽ വരുന്നുണ്ട്. ഇനിയും ഈ കൂന് ചുമ്മാതെ ഉണ്ടായതുമല്ല. എവിടുന്ന് വന്നാ? പിശാച് ബന്ധിച്ചതാ. അതാ പറഞ്ഞത്, മകളെ, അബ്രഹാമിൻ്റെ മകളാണിവൾ, 18 വർഷം നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം ഇപ്പോൾ ഞാൻ അരിക്കുകയാണെന്ന്. ദൈവം അത് അരിച്ചു. യേശു ഉള്ളപ്പോൾ വന്നു. അപ്പം എപ്പോഴാണ് യേശു ഉള്ളതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങരുത്. അവൾ അന്ന് വന്നപ്പോൾ കൃപയാൽ യേശുവോടുണ്ട്. അപ്പം 18 വർഷമായി കൂനിയ. അപ്പം നമ്മളറിയത്തില്ല ചില വിഷയങ്ങളാണ്. കുടുംബജീവിതത്തിൽ ചെറിയൊരു വിഷയമാണ്, നമ്മളറിയത്തില്ല. പൈശാചികൻ്റെ താണ്ഡവമായിരിക്കും. നമ്മളതിരുന്ന് കരയുമ്പോൾ ദൈവത്തെ, കർത്താവേ ഞാൻ അശക്തനാ, നിന്റെ ശക്തി ഇറങ്ങണമേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിശാചൊക്കെ ഇളകി വരുമ്പോൾ നമ്മുടെ വാക്കുകളൊന്നും പറഞ്ഞാൽ പിശാചിരുന്ന് പരിഹസിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയിരിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുക, കർത്താവേ ഞാനൊരു പൊട്ടനാ, ഞാൻ എളിയവനാ, നിന്റെ ശക്തി ഇപ്പോൾ അയക്കണമെന്ന് പറയുമ്പോൾ കടന്ന് ഉരുളുന്നേ കാണാം. അപ്പം നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുമ്പോഴാണിത് അലറുന്നത്. ഉടനെയാ പറയുന്നത് തീ കത്തുന്നേ എന്നൊക്കെ പറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളോ നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടോ കാണിച്ചാലൊന്നും പിശാച് പോകത്തില്ല. അപ്പം ഏത് കാര്യത്തിനും, നിന്റെ ചെറുതും വലുതുമായ ഏത് വിഷയത്തിനും
നീ ഭാരപ്പെട്ട അധികാരികളോട് പോകുമ്പോൾ, നിന്നെക്കുറിച്ച് ഓഫീസിന്റെ ഉള്ളിൽ അങ്ങേ സ്തോത്രം ഹല്ലേലൂയ അവിടെ ചർച്ച നടക്കുന്നുണ്ടായിരിക്കും, നീ അറിയുന്നില്ലായിരിക്കും സ്തോത്രം. പക്ഷേ നീ പറയണോ, എനിക്ക് വേണ്ടി നിന്റെ മഹത്വം ഇറക്കണമേ എന്ന് പറയണം. എനിക്ക് വേണ്ടി നിന്റെ മഹത്വം ഇറക്കണമെന്ന് പറയുമ്പോൾ ആ ആലോചനയെല്ലാം നിഷ്ഫലമായി പോകുന്നത്, ഒരായുധവും ഫലിക്കയില്ലത്, അവന്റെ ആലോചന പിന്നെ നടക്കയില്ലത്. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടിയാ ദൈവസന്നിധി വരുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ രാവിലെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ അനേക ഭാഗങ്ങളിൽ കൂടി ഇങ്ങനെ കടന്നു പോകാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ഈ വിശ്വാസം വേണം എല്ലാത്തിനെയും ജയിക്കാൻ, വിശ്വാസം വേണം. സ്തോത്രം. ഇനി ഇതുവരെ പറഞ്ഞ പോലല്ല, ഇച്ചിരി ശാന്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഹല്ലേലൂയ. ശാന്തമായിട്ട് ശ്രദ്ധിച്ചാലേ പറ്റും. നീ ആരാണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പറയാനിടയായി. സ്തോത്രം. എത്ര ചില സമയത്തൊക്കെ മഴ പെയ്ത് സ്തോത്രം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് മലയിലും ഇടിച്ചുകൊണ്ട് വരും. ഇപ്പം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുളമൊക്കെ ഉണ്ടായിരുന്നു സ്തോത്രം, കിണറുമൊക്കെ. ഇപ്പോൾ ഒക്കെ കുറവാണ്, ഇപ്പോൾ എല്ലാം പൈപ്പാണ് സ്തോത്രം. അങ്ങനെ വരുന്ന ഉടനെ ഹല്ലേലൂയ ഇസ്രായേൽ ദേശത്തും കൂടുതലും കിണറെന്ന് പറയുന്നത് ഇറങ്ങിക്കോരുന്ന കിണറാണ് സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് വന്ന് ഇത് കലങ്ങി മറിഞ്ഞ് ഇത് പിന്നെ 1-2 ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എവിടുന്നെങ്കിലും ഇച്ചിരി ഉറവ വെള്ളം വരുന്നുണ്ട്. 1-2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും അത്. അപ്പോൾ എത്ര കലങ്ങി മറിഞ്ഞതാണെങ്കിലും ചെറിയൊരു ഉറവ വരുന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് തെളിയിക്കുമെന്ന്. അപ്പോൾ നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും നീ ഇരുന്ന് അല്പമായിട്ടൊന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രശ്നത്തെ എന്ത് ചെയ്യും, അതിനെ ഒതുക്കാൻ ദൈവം ഇറങ്ങി വരുമെന്ന്. ദൈവം നിനക്ക് വേണ്ടി അവന്റെ കര നീട്ടുമെന്ന്, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന്. നീ ആ കുത്തി കലങ്ങി മറിയുന്നൊന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. നീ അത് കണ്ടെന്ന് അർത്ഥം വിടുന്ന, നീ ശാന്തമായിട്ടിരുന്നാൽ മതി. നമ്മൾ ഈ നോക്കി നിൽക്കുന്നുണ്ടാ കാര്യങ്ങൾ നടക്കാത്ത, നോക്കി നിൽക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കിയിരിക്കുക, അതൊന്നും വേണ്ട. നീ പ്രാർത്ഥിച്ചിട്ട് നീ ഇത് സ്തോത്രം രാവിലെ കാണത്തില്ലയോ, കിണറൊക്കെ വെട്ടുന്നുടനെ സ്തോത്രം ഇങ്ങനെല്ലാം കഴിഞ്ഞ് നോക്കിയെന്നാലൊന്നും വെള്ളം വരത്തില്ല. പക്ഷെ രാവിലെ വരുന്നുടനെ ഇത് ഒരുമാതിരി നിറഞ്ഞു കിടക്കും സ്തോത്രം. നോക്കി നിൽക്കുമ്പോഴും വെള്ളം പൊങ്ങുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മൾ എന്ന് നോക്കും അങ്ങനെ തന്നെ ഇരിക്കും. ആരെങ്കിലും വിരുന്ന് വരുമ്പോഴോ കുറച്ചു നാൾ കഴിഞ്ഞ് കാണുമ്പോൾ പറയും കുഞ്ഞങ്ങ് വളർന്നല്ലോ. നമുക്ക് തോന്നത്തില്ല, കാരണം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഞാനിങ്ങനെ പല ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ കൂടെ വന്നു. അപ്പം വിശ്വാസം സ്തോത്രം. നമുക്ക് ഈ പേര് പറയുന്നതിലാണ് നമുക്ക് വശം. ഇന്ന് വരെ ഒറ്റ കുഞ്ഞുങ്ങൾക്ക് പോലും സ്തോത്ര ഹല്ലേലൂയ യൂദ എന്ന് പേരിട്ടിട്ടുണ്ടോ? ഒരുത്തൻ ചെയ്ത ഒരു പണിയാണ്, അതിനുശേഷം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല സ്തോത്ര ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, യൂദയ്ക്ക് വിശ്വാസമില്ലായിരുന്നോ? എനിക്ക് തോന്നി 12 അപ്പോസ്തലന്മാരിൽ ഏറ്റവും വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു യൂദ. ഇതും കൊണ്ട് പോകരുത്, പിന്നെ ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യരുത് സ്തോത്രം. അതെങ്ങനെ അറിയാം? അതെങ്ങനെ അറിയാം? തന്നെയുമല്ല, അവനെ സ്തോത്രം ഈ 12 പേരേക്കാൾ സ്തോത്രം അനുതാപമുള്ളവന്, പക്ഷെ രക്ഷപ്പെട്ടില്ല. അതിൻ്റെ കാരണം പറയണം. 1-2 കാര്യം മാത്രം പറഞ്ഞ് ശാന്തമായിട്ട് പറഞ്ഞ് ആരാധിച്ച് നമുക്ക് നിർത്താം. അതെന്താ കാര്യം? ഇവനെ സ്തോത്രം നമ്മളെ ദൈവം ഒരു കൃപയിലേക്ക് നടത്തിയാൽ സ്തോത്രം, നല്ല ഒരു പൈസ കൊടുത്തു, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു, എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ നമ്മുടെ ജോലിയെ എങ്ങനെയെങ്കിലും ജയിക്കണം. ആരെങ്കിലും ആയിരിക്കും നമ്മെ സഹായിച്ച് പണം കൊടുത്തത്, അതുകൊണ്ടൊന്നും നീ ആ സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റത്തില്ല. നീ കുത്തിയിരുന്ന് രാത്രിയില്ലാതെ പകലില്ലാതെ പഠിച്ചേ പറ്റൂ. അപ്പോൾ ദൈവം ഈ കൃപയിലേക്ക് കൊണ്ടത്. ഇപ്പോഴും നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവൻ കഞ്ചാവ് പിടിച്ചും മരിച്ചുമൊക്കെ പുറത്തൂടെ നടക്കുമ്പോൾ ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ അതിനെ ആരതെയും ഗ്രഹിക്കണം. എന്നും നന്ദിയുള്ള വ്യക്തിയായിരിക്കണം, തൃപ്തിയുള്ള വ്യക്തിയായിരിക്കണം ദൈവം എന്നെ നടത്തുന്നതിൽ. നിങ്ങൾ എന്ത് ചോദിക്കേ, ഈ യൂദ ഈ അപ്പോസ്തലന്മാരെ വിളിച്ച എല്ലാവരുടെയും വെളിയുടെ എപ്പോഴാണ് വിളിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല സ്തോത്രം. അതിനകത്ത് അപ്പോസ്തലന്മാരുടെ തെരഞ്ഞെടുപ്പ് തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരാരാ? പ്രത്യേകത എന്തോ അപ്പോസ്തലന്മാർക്ക്? അപ്പോസ്തലന്മാർക്ക് എന്താ പ്രത്യേകത?
ലൂക്കോസ് 6:12 വാക്യം ഒന്ന് വായിച്ചു. 6:12, 6:12 പെട്ടെന്ന് വായിച്ചു. ആ ആ ആ 12 മണിക്കൂർ പ്രാർത്ഥിച്ചു. എത്ര പേരെ തിരഞ്ഞെടുക്കാൻ? 12 പേരെ. ഒരാൾക്ക് 1 മണിക്കൂർ വീതം വേർതിരിച്ചു. രാത്രി മുഴുവനും യേശുക്രിസ്തു പ്രാർത്ഥിച്ചെന്ന് അടുത്ത വാക്യമായില്ലേ. നേരം വെളുത്തപ്പോൾ അപ്പം ശിഷ്യന്മാർ, ഈ 12 പേര് അപ്പോസ്തലന്മാർ ആരാ? അപ്പം എവിടുന്ന് തിരഞ്ഞെടുത്ത? ശിഷ്യന്മാർ. ചുമ്മാ നടന്നവരെ വിളിച്ചല്ല, ശിഷ്യന്മാരിൽ നിന്നും തിരഞ്ഞെടുത്തവരുടെ പേരാണ് അപ്പോസ്തലന്മാർ. അല്ലാതെ സാധാരണ ജനത്തിൽ നിന്നും വന്നവരാ വിശ്വാസികൾ, ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരിൽ നിന്നും തിരഞ്ഞെടുത്തവരുടെ പേരാണ് അപ്പോസ്തലൻ. അപ്പം പത്രോസിനെയൊക്കെ കടൽ തീരത്തൂടെ കർത്താവ് നടക്കുമ്പോൾ, ഗലീല കടൽ തീരത്തൂടെ നടക്കുമ്പോൾ വിളിക്കുന്ന വിളിയുണ്ട്. പക്ഷേ എല്ലാവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. എപ്പോഴും നിങ്ങളെ സ്തോത്രം ഹല്ലേലൂയ എല്ലാം പറഞ്ഞു വിടണം, എല്ലാം ഒന്നും നല്ല രീതിയിൽ എടുക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സ്തോത്രം അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ്റെ പേരെന്തുവാ? പത്രോസ്. അവൻ ഒടുക്കത്തെ അല്ലയോ? എവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അവസാനം ആരാ? അവൻ്റെ പേര് എന്തൊക്കെയാ? അവന് എന്തൊക്കെ പേര് ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്? യൂദയ്ക്ക് എന്തെല്ലാം പേര് പറഞ്ഞിട്ടുണ്ട്? ദ്രോഹി, നാശയോഗ്യൻ, സാത്താൻ. സ്തോത്രം. നോക്കിയേ, സ്തോത്രം. ഇനി നോക്കിയേ, 12 സ്തോത്രം. ഈ 12 പേരിൽ ഇവൻ ഒറ്റ ദിവസം പോലും മീറ്റിംഗ് മുടക്കിയിട്ടില്ല. എപ്പോൾ കർത്താവ് എന്തെല്ലാം ചെയ്താലും അവൻ കൂടുണ്ട്. സ്തോത്രം. അവന് വിശ്വാസമുണ്ട്. അവൻ ഉദ്ദേശിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അവന് നല്ല ഉറപ്പുണ്ട്. ഇവനെ എന്ത് ചെയ്തു? വിശ്വാസമുണ്ടെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വിടേണ്ടത് എന്ത് ചെയ്യുന്നില്ല? വിടുന്നില്ല. ആരെങ്കിലും കൊണ്ടെങ്കിലും ശ്രദ്ധിച്ചോണേ. വിടേണ്ടത് വിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് എന്ന് വിചാരിച്ച് നിങ്ങളെ 12 പേരിൽ തിരുത്തി പോകേണ്ടതെല്ലാം 12 പേരിൽ ഞാൻ 12 പേരെ തിരഞ്ഞെടുത്തല്ലോ, അതിൽ ഒരുത്തൻ പിശാചാകുന്നു. പിശാചാണെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുത്താണോ? ആണോ? പിന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ഓർക്കണം, കരുണയെക്കുറിച്ച് ഓർക്കണം. അവൻ്റെ ദയ എന്ന് പറഞ്ഞാൽ ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. ഇവൻ ഈ പരിപാടി എല്ലാം ചെയ്യുമ്പോഴും പിശാച് ഓരോ സമയത്തും ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇവനെ തരണം, എനിക്കിവനെ തരണം. കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? വിട്ടുകൊടുത്തില്ല. എപ്പോഴാണ് കയറിയ പിശാചെ? അതാണ് പ്രത്യേകത. എപ്പോഴാണ് പിശാച് കയറിയേ? കണ്ടം മുറിച്ച് അവൻ്റെ കൈ കൊടുത്തപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പോൾ അതുവരെ പിശാച് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചില്ല. അപ്പം നമ്മളോട് എത്രമാത്രം ദൈവം ക്ഷമിക്കുമെന്ന് നോക്കി. അതിനിടയ്ക്ക് നോക്കിയേ, യേശു അപ്പോഴും അവൻ കണ്ടം മുറിച്ച് അവൻ്റെ കൊടുക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അവൻ കുറച്ച് നേരത്തെ ഇവർ 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തവൻ്റെ കയ്യിലുണ്ട്. അപ്പോഴും പിശാച് അവൻ്റെ മേൽ പ്രവേശിക്കാൻ ദൈവം. പിന്നെ ഇതെല്ലാം ബുദ്ധി കൊണ്ടും ജഡത്തിലുള്ള ചിന്ത കൊണ്ടുവാ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് എല്ലാം ഒന്നും പിശാചാണെന്ന് വിചാരിക്കരുത്. തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നായി പറഞ്ഞേ. പിശാച് കയറിയിട്ടുണ്ടോ? 6000 ഭൂതം നിന്നിലുണ്ടെങ്കിലും നിനക്ക് വിടുതലിന് സാധ്യതയുണ്ട്. എന്നാൽ നോക്കിയേ, ഈ 6000 ഭൂതം പോയി 6000 പന്നിയിൽ കയറിയ പന്നി ഒറ്റ ഒരെണ്ണം ശേഷിച്ചല്ല, മുഴുവനും വെള്ളത്തിൽ കയറി വീണ് ശ്വാസം മുട്ടി ചത്തന്ന്. ഇത് 6000 കൂടെ ഒരുത്തൻ്റെ മേലിരുന്നിട്ട് അവനെന്ത് ചെയ്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ നമ്മൾ പലതും കാണിക്കാത്തത് ഈ പലതും ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ്. അത് പിശാചിന് കൂടുതൽ സാധ്യതയാണ്. അതുകൊണ്ട് നാം പരിശോധിക്കണം. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, ഈ യൂദ, സ്തോത്രം, ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും മീറ്റിംഗ് ഉണ്ട്, കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരെടുക്ക പോവും? മഹാപുരോഹിതനെയും ശാസ്ത്രിമാരുടെയും പരീശന്മാർ. വല്ലതും പരിപാടി ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം. ഇന്ന് നീ നിന്നെ പിടിച്ചടിപ്പിച്ചെങ്കിൽ ഇനി മറ്റൊന്നും വേണ്ട.
സ്തോത്രം പറയാം, ഹലോ പറയാം, കരം കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെങ്കിൽ ചിലരുമായിട്ടുള്ള ബന്ധം നിൻ്റെ ആത്മീയതയെ തകർക്കുന്നെങ്കിൽ, നിന്റെ നിത്യജീവനെ മുടിക്കുന്നെങ്കിൽ അത് നീ അറുത്തു മാറ്റണം. പാശ ബന്ധങ്ങളെ അറുത്തു മാറ്റണം, അല്ലാതെ ജയിക്കാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം. നോക്കിക്കേ, ഇവൻ സ്തോത്രം, ഇവൻ്റെ ഉള്ളിലെ ചിന്ത എന്താ? ഇവൻ നോക്കണം, ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ട്, ഭയങ്കര ഫൈനാൻസിൻ്റെ ഡയറക്ടറായിരുന്നു, ശ്വാസം പിടിച്ചിട്ട് ഒക്കെ ഈ തൈലത്തിൻ്റെ മണമൊക്കെ ശ്വാസം പിടിച്ചിട്ട് പറയും 300 വെള്ളിക്കാശിന്, ഏകദേശമല്ല 300 വെള്ളിക്കാശ് ഇത് വിറ്റ് ദരിദ്രർ കൊടുക്കും. അത്ര കൃത്യമാണവൻ. അന്നാലും ഇവൻ്റെ ചിന്ത ഇതാ, ദ്രവ്യാഗ്രഹം, ലോകപ്രകാരമുള്ള വിഷയമാണ്. ഇവൻ്റെ വിചാരം, ഞാൻ ഗുരുവിനെ വിറ്റു 30, എൻ്റെ കർത്താവിനെ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനത് താഴെ പറയുന്നുണ്ട്, എൻ്റെ കർത്താവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ എങ്ങനായാലും അവിടെ നിന്നു. ഇതിനു മുൻപ് പല പ്രാവശ്യം മലയിൽ നിന്ന് തള്ളിയിടാനും പല പ്രാവശ്യം നോക്കി അവിടെ നിന്നെല്ലാം കർത്താവ് തീർത്തേ ഒരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗുരു ഒരിഞ്ഞു പോവുകയും ചെയ്യും, ഈ കാശ് എൻ്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. ഇതാണ് അവൻ്റെ. നോക്കിയേ, അത് ശരിയാണോ നിങ്ങൾ നോക്കിയേ. അവനെ പിടിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ നേരെ എവിടേക്ക് ചെന്നു? ദൈവാലയത്തിൽ ചെന്നു. അവന് പണം തൂക്കി കൊടുത്തവൻ്റെ അടുക്ക ചെന്നു. ചെന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ കുറ്റമില്ലാത്ത യുദ്ധത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് മന്ദിരത്തിന് നേരെ എറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അവൻ തന്നെ പറയുക, ഇനിയും ജീവിക്കാൻ ഞാൻ. അപ്പം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കർത്താവിനെ പിടിക്കുമെന്നോ കുറ്റം വിധിക്കുമോ. അവൻ്റെ വിശ്വാസം നോക്കി, വിശ്വാസത്തിന് വളർച്ചയൊക്കെ വന്നു. നമ്മളിൽ വിശ്വാസ വളർച്ചയുണ്ട്. മറ്റെന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ കുറച്ച് ഈ പണ്ട് വാരം വെട്ടി, നിങ്ങൾക്കറിയത്തില്ല, ഞാൻ നാട്ടിൽ നിന്ന് വന്നോണ്ട് എനിക്കറിയാം, വാരം വെട്ടി പയറിടുന്ന പരിപാടിയുണ്ട്. ആ പയർ ഒത്തിരി പടർന്ന് കിടത്തില്ല, കുറ്റിയായിട്ട് നിൽക്കും. അങ്ങനെയുള്ള കുറ്റിപ്പയർ കണ്ടിട്ടുണ്ടല്ലേ? അത് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്നാൽ പിന്നെ നെല്ല് വളരുകയാണ്. നെല്ലിന് വളമിടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കള പറിക്കുന്നില്ല. നെല്ലിനോടൊപ്പം തന്നെ കളയും നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ ഫലം കാണുമോ? ചിന്തിച്ചു നോക്കി. അതാത് സമയത്ത് കള പറിക്കണം, അതാത് സമയത്ത് മരുന്നടിക്കണം, വെള്ളം നോക്കണം, എല്ലാം ശ്രദ്ധിച്ചെങ്കിലേ ഫലമെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ ദൈവം നട്ടിരിക്കുന്നു, ഫലമെടുക്കണമെങ്കിൽ കള പറിക്കുന്നിടത്ത് കള പറിക്കണം, മരുന്നടിക്കുന്നിടത്ത് മരുന്നടിക്കണമെന്ന്. ഇല്ലെങ്കിൽ ഈ കളയും ഇതും കൂടെ വളർന്നിരിക്കുന്ന പോലെ തിരിച്ചു പോലും അറിയത്തില്ല. ഇവനെന്ത് ചെയ്തു? കള പറിച്ചില്ലെന്ന്. അവൻ്റെ ബന്ധങ്ങൾ, ദൈവികമല്ലാത്ത ബന്ധങ്ങളെ അറുത്തുമാറ്റിയില്ല, വിട്ടില്ല. സ്തോത്രം. അവൻ നോക്കിയേ, സ്തോത്രം, അവൻ വിചാരിച്ചു എൻ്റെ കർത്താവിനകത്ത് രക്ഷപ്പെടും. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ഇതൊക്കെ ദൈവം മുന്നമേ നിശ്ചയിച്ചാൽ വന്നിരിക്കുന്നതും തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ഒരുവൻ ഉണ്ടായിരിക്കണം എന്നൊക്കെ ദൈവം നിശ്ചയിച്ചതാണെന്നൊന്നും അവൻ അറിയത്തില്ല. അവൻ ഒരിഞ്ഞു പോയായിരുന്നു, വേറൊരാളെ സ്ഥാനത്ത് വന്നേനെ. പക്ഷെ അവൻ ഒരിഞ്ഞേനെ. അതുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ദൈവികമല്ലാത്തതെല്ലാം എന്നെ ഒരിച്ചു മാറ്റണമേ. എനിക്കും എൻ്റെ തുണയാളിക്കും എൻ്റെ തലമുറയ്ക്കും നന്മയാകാത്തതെല്ലാം ഒരിച്ചു മാറ്റണമേ. ഒരു വിവാഹാലോചന വരുമ്പോൾ അങ്ങ് അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ അങ്ങ് ഒക്കലഹോമയിൽ നിന്നോ ഒക്കെ വന്നതായിരിക്കാം. ദൈവത്തോട് പറയണം, കർത്താവേ, ദൈവത്തിന് തിരുഹിതമില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തെ നീങ്ങിപ്പോട്ടെ. ദൈവം തരാത്തത്, അനുഗ്രഹിച്ച് തരാത്തത് എനിക്ക് വേണ്ടത്. അതെത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, അതെത്ര പണമുണ്ടെങ്കിലും, എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ദൈവം അനുഗ്രഹിച്ച് തരാത്തത് വേണ്ടോ? അത് ജോലിയാകട്ടെ, അത് നന്മയാകട്ടെ, അത് വില കുറച്ച് കിട്ടിയ ഭവനമാകട്ടെ, എന്തുമാകട്ടെ, ദൈവം അനുഗ്രഹിച്ച് തരുന്നെങ്കിൽ മതി. അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് നന്മയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതുമായിട്ടൊക്കെ ചിന്തിക്കേണ്ട സമയം ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ യൂദാ, സ്തോത്രം, അവൻ്റെ വിശ്വാസമൊക്കെ വർദ്ധിച്ചു. പക്ഷെ കള പറിച്ചില്ല. അതും ആ കൂട്ടത്തിൽ വളർന്നു. ആ കള, സ്തോത്രം, ഞാൻ പറയാറില്ലേ, മാവേലൊക്കെ ഒരു ഇച്ചിരിയില്ലാത്തൊരു പക്ഷി വന്ന് കാഷ്ടിച്ച് വെച്ച ഒരു ഇത്തിളെ, ഒരു സീഡ്, ഒരു കുരു നമ്മൾ ശ്രദ്ധിച്ചില്ല, മഴ പെയ്തു, കിളിച്ചു. നമ്മൾ നോക്കിയപ്പോൾ, മോളിൽ നോക്കിയപ്പോൾ ഏതാണ്ടൊരു ഇല വന്നിരിക്കുന്നു. മാവിൻ്റെ ഇലയല്ല, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇലയല്ല. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ എന്തു ചെയ്യും? വലിയ ഇതായിട്ടൊന്നും അല്ല വളരുന്നേ, ഈ തടിക്കകത്തോട്ടായി വേരിറങ്ങുന്നേ. ആ തടി എന്തു ചെയ്യും? ഉണക്കും. തടി ഉണക്കും. കുറച്ച് കഴിഞ്ഞ് ആ തടി ഉണങ്ങുമ്പോൾ ഇതും എന്തു ചെയ്യും?
ഇതാ പിശാച് അറപ്പാനും മുട്ടിപ്പാനും വരും. വെക്കണം. അപ്പം നമ്മളറിയത്തില്ല, ചെറിയൊരു കുരു പോലെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാകാം, ഒരു മനോഭാവമാകാം, ഒരു സാഹചര്യം. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ സ്തോത്രം പാപത്തിനുള്ള വരികളുണ്ട്, ചിലത് ചിലടത്ത് കിടക്കുന്നത് കാണാം. അതിലേക്ക് ദൈവമേ നമുക്ക് ആകർഷിക്കാൻ പിശാച് നമ്മളെ ആകർഷിപ്പിക്കും. ജഡത്തെ ജയിക്കാൻ കഴിയാത്ത, ഹല്ലേലൂയ, ഈ ബൈബിളിൽ ഒരൊറ്റ വാക്ക് പോലും സ്തോത്രം മിണ്ടാത്ത 2 വ്യക്തികളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന് ലാസറ, ഒറ്റ വാക്ക് പോലും മിണ്ടുന്നില്ല, ആരോടെങ്കിലും മിണ്ടുന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവൻ ആരുടെ കൂടി ഇരിക്കുകയാണ്? അവൻ നിമിത്തം അനേക യഹൂദന്മാർ, 12-ാമത്തെ ആയത്തിൻ്റെ 4 വാക്യം വായിച്ചാൽ മതി. യോഹന്നാൻ, അവൻ നിമിത്തം അനേക യഹൂദന്മാർ എന്ത് ചെയ്തു? യേശുവിൽ വിശ്വസിക്കാനിടയായി. പക്ഷെ ഒരു വാക്കും എന്ത് ചെയ്യുന്നില്ല. എന്താ കാര്യം? അപ്പം നിനക്ക് വലിയ കാര്യമോ സംസാരിക്കാൻ വലിയ പ്രാപ്തിയൊന്നുമില്ലെങ്കിലോ നീ കർത്താവിൻ്റെ കൂടെ, ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ കൂടെ പന്തിയിലിരുന്നാൽ മതി, ചില ജീവിതങ്ങൾ വിടിവിക്കപ്പെടും. സ്വതന്ത്രം. മറ്റൊരു വ്യക്തിയെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. സ്വതന്ത്രം. ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മറിയയുടെ ഭർത്താവല്ല, യേശുവിൻ്റെ ലോകപ്രകാരം പിതാവെന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. പക്ഷെങ്കിൽ ആ മനുഷ്യനെ പോലെ ലോകത്തിലൊരു മനുഷ്യനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? നമ്മളൊക്കെ നല്ലവരായിരിക്കുന്നതും ഒക്കെ നമ്മുടെ കഴിവൊന്നുമല്ല. അത് ഉൽപ്പത്തി പുസ്തകം എടുക്കേണ്ട 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അബീമേലേക്ക് സ്തോത്രം ഈ അബ്രഹാം കയറി പറഞ്ഞു, സാറ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഉടനെ പെങ്ങളല്ലേ, അവൻ്റെ പെങ്ങളല്ലേ. കാര്യം പറയും, എന്താ ഇവൾ വലിയ സൗന്ദര്യമുള്ളവളാണ്, വളരെ ചെറുപ്പം. അബീമേലേക്ക് കിളിവാതിൽ നോക്കി ഇവളെ വിളിച്ചു കൊണ്ടുപോയി. സ്തോത്രം. അബ്രഹാമെ സ്തോത്രം സഹോദരിമാരെ തിയേറ്ററിൽ കയറ്റിയിട്ട് ഭർത്താക്കന്മാർ പുറത്തൂടെ വേദന എടുത്ത് നടക്കുന്നത് പോലെ അബ്രഹാം പുറത്തൂടെ നടക്കുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രാജാവാണ് കൊണ്ടുപോയത്. പറഞ്ഞ ഒരു പോഷത്വത്തിൽ പറഞ്ഞു പോയതാ. നീ ചില പോഷ്ക്ക് പറയുന്നത് നല്ലതായിട്ടല്ല, നിൻ്റെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം നീ ചിലത് പോഷത്വമായി പറഞ്ഞാൽ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. നീ അവൻ്റെ പുറകെ നടക്കുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനെ വല്ല വിഷയം ഉണ്ടെങ്കിലും ദൈവത്തെ ഇട്ടിട്ട് പോകരുത്, അവനെ അള്ളിപ്പിടിച്ചോണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തു പോയെങ്കിൽ നിങ്ങൾ ഓടിപ്പോകരുതേ. പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യമാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഓടിപ്പോകരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓടിപ്പോകരുത്. ഇവിടെ നോക്കണം, ദൈവത്തിന് കഴിയാം. ദൈവം ആ കൊട്ടാരത്തിലിറങ്ങി. സ്തോത്രം. അവനോട് ചോദിക്കുന്ന ചോദ്യം ബൈബിളിൽ വേറെങ്ങും ഈ അബ്രഹാം ഒരു പ്രവാചകനാണെന്ന് ഒരു മനുഷ്യനും പറയുന്നില്ല. ദൈവം പറയുന്നുണ്ട്, നിനക്കറിയാമോ ഇവൾ ഒരു പ്രവാചകൻ്റെ ഭാര്യയാണ്. ആര് പറയാ? ദൈവം. ചോദിക്കോ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെയോ ധാരണ നിങ്ങളത് ചിന്തിച്ചോ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി. സ്തോത്രം. ഈ സ്തോത്രം അപ്പം പറഞ്ഞു ഇതൊരു ഉടനെ ഈ അബീമേലെക്ക് പറയുകയാണ്, സ്തോത്രം, ഞാനത് നിർമ്മല ഹൃദയത്തോടെ ചെയ്തു എന്നേ. ദൈവം പറഞ്ഞു, നീ അത്ര ഒന്നും വായിച്ചു വേണമെന്നുണ്ട്. ആ, എത്ര അധ്യായം, എത്ര വാക്യം? 20-5. ഞാൻ 18 പറഞ്ഞു, സോറി, 20-5. വൈര്. ആ ആ ആ അടുത്ത വാക്യം നോക്കി. അവിടെ ദൈവം പറയുന്ന വാക്യം. ആ ആ ആ അപ്പം നീ ആ ഹൃദയപരമാർത്ഥത കാണിച്ചതൊന്നും നിന്റെ മിടുക്കല്ല. നീ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ, ഈ വചനമൊക്കെ കയറുമ്പം കിട്ടുമ്പോൾ അതേ പിടിച്ച് ഞാൻ നോണം.
എൻ്റെ കർത്താവേ, ഒരു ലോകപ്രകാരമുള്ള ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു രാജാവിനെ പാപം ചെയ്യാതെ നീ തടുത്തെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്നോട് പാപം ചെയ്യുവാൻ എനിക്കിടയാകരുത്. നീ എന്നെ തടുക്കണം. അതൊക്കെ എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവമേ, ഇതിനകത്ത് തെളിവുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഉൾമുറിയിൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ നീ കയറി തടുത്തെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു ചിന്തയിൽ പോലും പാപം ചെയ്യാതെ വണ്ണം നീ എന്നെ തടുക്കണമേ. ഞാൻ എന്ത് പറയാനാ വന്നതെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ജോസഫ്, നിങ്ങൾ എന്ത് ചെയ്യണം? 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിച്ച്, മത്തായിയുടെ സുവിശേഷം, ഇതൊക്കെ വാക്യം വായിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അവസാനത്തെ 2 വാക്യം വായിച്ച്, മത്തായിയുടെ സുവിശേഷം 2-ന്റെ അവസാനത്തെ 2 വാക്യം. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണോ? 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഏതാണ്? അല്ലല്ലോ. വായിച്ചു. അത് തന്നെ. വായിച്ചു. അടുത്ത വാക്യമാണ്. മകനെ പ്രസവിക്കും വരെ വിളയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പനില്ല കൂടെ, അമ്മയില്ല കൂടെ, വേറെ ആരുമില്ല കൂടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആരുമില്ല കൂടെ. കഴുതപ്പുറത്ത് പോകുന്ന രംഗമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ജഡത്തെ ജയിക്കാൻ ഒരു നമ്മളൊക്കെ പാപം ചെയ്യാതിരിക്കുന്ന പലതും അവസരമില്ലാഞ്ഞിട്ടാണ്. നമുക്ക് ഈ പൊട്ടിത്തെറിച്ച് സ്വോത്രം പറയുന്ന വാക്ക് മാത്രമൊന്നുമല്ല വേണ്ടിയേ, ഇത് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ 3 ദിവസത്തേക്ക് ഉപവാസം വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ ഇതാ. അല്പം വിശുദ്ധിയോട് വന്നിരുന്ന് നിനക്ക് പിശാചിനോട് പറയുന്ന ഒരു വെല്ലുവിളിയാണ്. പിശാചെ, നീ വിചാരിക്കുന്നുള്ളൂ എൻ്റെ ജഡത്തെ ജയിക്കാൻ എനിക്ക് കഴിയും. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിൽ ജഡത്തെ ജയിച്ച അതിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുമെന്ന് തെളിയിക്കുന്നതാണ്. സ്തോത്രം. ചുമ്മാതൊന്നുമല്ല. ചുമ്മാതൊരു സ്നാനമോ ഒരു വെള്ളയുടുപ്പ് 2 ഈ കൈയടിക്കുന്ന കൂലിത്തൊഴിലാളികളല്ല ദൈവത്തിന് വേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ സമരത്തിന് പോകുമ്പോൾ അവനൊരു നന്മ കൊടുക്കും. ഈ സമരത്തിന് പോകുന്നവർക്ക് 1000 രൂപ 2000 രൂപ കൊടുക്കുന്ന പോലെ വന്ന് കുറച്ച് തന്നെ കൈയടിക്കുമ്പോൾ തരുന്ന ഒരു കൂലിത്തൊഴിലാളി അല്ല ദൈവത്തിന് വേണ്ടത്. എല്ലാ സാഹചര്യത്തിൽ രാത്രി എന്നല്ല പകലെന്നല്ല വിശുദ്ധിയോടെ ദൈവത്തെ നോക്കി അവന്റെ മുഖം നോക്കി ഇരിക്കുന്ന ഒരുവനെയാണ് ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ നിർത്തുക. യൂദാ തോറ്റുപോയി, പരാജയപ്പെട്ടു, ഒരു മാറ് കയറിൽ തീർന്നു കിട്ടിയെന്ന്. എന്നാൽ സ്തോത്രം, ഇവന് വലിയ വേറെ വീഴ്ചയൊന്നും കാണാനില്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി. സ്തോത്രം. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി, അവൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഇങ്ങനെ മണം പിടിച്ചിട്ട് കണക്ക് കൂട്ടാനൊന്നും അറിയത്തൊന്നുമില്ല. മീൻ പിടിക്കുന്ന രംഗം അവൻ ഓർമ്മയുണ്ട്. സ്തോത്രം. അവൻ്റെ പടകിൽ നിങ്ങൾക്കറിയാം, കടൽ തീരത്തൊക്കെ ബോട്ട് കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവൻ്റെ ബോട്ടിൽ 1ാമത് കിടന്നാണെന്നോ എഴുതിയിരിക്കുന്നത് അല്ല. പല ബോട്ടിൽ ചവിട്ടിയാണ് യേശു ഈ പടകിൽ കയറിയത്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ അറയും നിലയുമുള്ള പല വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ടാണ് യേശു നമ്മുടെ വീട്ടിൽ ചെറ്റക്കുടിൽ വന്ന് കയറിയത്, നമ്മളെ കാണാൻ, നമ്മളെ മുദ്രയിടാൻ. സ്തോത്രം. ഈ പത്രോസിൻ്റെ പടകിൽ ചെന്ന് കയറി. അവൻ്റെ ജീവിതത്തിൽ അവന് വലിയ സന്തോഷമൊക്കെ ആയി. അവൻ പറയുന്ന അവൻ്റെ വിശ്വാസവും അവൻ്റെ അനുതാപവും കൂടെ നിങ്ങൾ ചേർന്ന് നോക്കി. ഇവിടെയും യൂദ പറയുന്നുണ്ട്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പത്രോസ് പറയുന്നുണ്ടെങ്കിൽ നോക്കണം. ഒരിക്കൽ സ്തോത്രം, വലിയൊരു മീൻ കിട്ടിയ ഉടനെ, ആ രാത്രി മുഴുവനും അധ്വാനിച്ച് കിട്ടി വലിയ മീൻ കിട്ടിയ ഉടനെ അവൻ പറയുന്നത് എന്താ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. കൊണ്ട് അവന് മനസ്സിലായി, ഈ കടലിൽ ഇവനൊരു തച്ചൻ്റെ മകനാണ്. തടിയെക്കുറിച്ചൊക്കെ ഇവനറിയാം, പക്ഷെങ്കിൽ കടലിനെ കുറിച്ച് അവൻ എന്താ അറിയാം എന്നവൻ ധരിച്ച് കാണും. പക്ഷെങ്കിൽ പറയുകയാണ്, നീ വലിയവനാകട്ടോ, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല, നീ എന്നെ വിട്ടുപോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. വീണ്ടും ഒരു ജഡത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബലഹീനതയല്ല അവനിലുണ്ട്. എടുത്തു ചാട്ടമുണ്ട്. സ്തോത്രം. വെള്ളത്തിൽ എടുത്തു ചാടി, പിന്നെ മുങ്ങാൻ തുടങ്ങി.
എല്ലാം കഴിഞ്ഞു അവന് ആത്മാർത്ഥതയോട് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് ആത്മാർത്ഥതയെ പറഞ്ഞതാ. കർത്താവിനറിയാമായിരുന്നു അത് ചില കഠിന വാക്കാണെന്ന്. കാര്യം നമ്മുടെ ബലത്തിലോ ബുദ്ധിയിലോ ആശ്രയിച്ച് ജയിക്കാൻ കഴിയത്തില്ല. നല്ല ആഗ്രഹമൊക്കെ കാണും, ജയിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥന ഉണ്ടെങ്കിലേ ജയിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾ നോക്കണം, അതുകൊണ്ടാണ് ഇവനെ വിളിച്ച് ഗസ്തവരെ കൊണ്ടുപോയത്. അവൻ്റെ മുമ്പിൽ വന്നിട്ട് എണ്ണിച്ച് വന്ന് പറയുന്നുണ്ട്, മോനെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. കിടന്നുറങ്ങിയവൻ പരീക്ഷയിൽ തോറ്റുപോയി, പ്രാർത്ഥിച്ചവൻ കുരിശിനെ ജയിച്ചു, പിശാചിനെ കാൽക്കീഴാക്കി. കല്ലറയെ തുറന്നു പ്രാർത്ഥിച്ചവൻ പിശാചിനെ കാൽക്കീഴാക്കി. നിന്റെ ജീവിതത്തിൽ ഞെരുക്കമാകട്ടെ, പട്ടിണിയാകട്ടെ, കടഭാരമാകട്ടെ, ജോലി മാസങ്ങളായി ജോലിയില്ലാത്ത വിഷയമാണോ, പ്രാർത്ഥിക്കുന്ന നീ തോറ്റുപോകത്തില്ല. പ്രാർത്ഥിക്കുന്ന നീ തോറ്റുപോകത്തില്ല. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്, ദൈവം വഴി തുറക്കുമെന്ന്. അതെ, ചൂനേങ്കാരത്തി, നീ എത്ര പ്രായമായ വ്യക്തിയാണേലും, നിന്റെ ഭർത്താവ് എത്ര പ്രായമായ വ്യക്തിയാണേലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സക്കറിയാവേ, നീ വാർദ്ധക്യത്തിൽ ചെന്ന വ്യക്തിയാണെങ്കിലും, എലിസബേത്തെ സ്തോത്രം, നീ എത്ര വാർദ്ധക്യത്തിൽ ചെന്നാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും പ്രാർത്ഥനയ്ക്ക് വിതച്ചാൽ കൊയ്യാം, വിതയ്ക്കുന്നവൻ കൊയ്തിരിക്കൂ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ, ഇന്ന് പകൽക്കാലം നീ പറയണത്, നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോകും. നമ്മൾ പ്രാർത്ഥന കൂട്ടുമോ? നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുമോ? ഇച്ചിരി നേരത്തെ എണ്ണിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഉറക്കം വരുന്നെങ്കിൽ കയറി കിടന്ന് ഉറങ്ങുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചു നോക്കി. കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഉറക്കം വരുന്നത്, കയറി കിടന്ന് ഉറങ്ങി. അല്പനേരം പ്രാർത്ഥിച്ചെന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ പത്രോസ് പലയിടത്തും തോറ്റുപോയി, പലയിടത്തും തോറ്റുപോയി. സ്തോത്രം. തള്ളി പറഞ്ഞു, പ്രാകാനൊക്കെ തുടങ്ങി. വീണ്ടും യേശുവിനെ സ്തോത്രം, അവൻ കല്ലറയ്ക്കകത്തൊക്കെ പോയി അവനെ കണ്ടു. വീണ്ടും ഹല്ലേലൂയ എന്ത് ചെയ്തു? സ്തോത്രം. ഈ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് അവന് പടകുമെടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ കാണിക്കുന്നേ. നമ്മൾ ബലഹീനരാണെന്ന് ദൈവം നമ്മളെ കാണിക്കുക. നീ അങ്ങ് ജയിച്ചു പോയെന്നോ ഒന്നും വിചാരിക്കണ്ട. നിനക്ക് ഏത് സമയത്തും ബലഹീനത വരാം, ക്ഷീണം വരാം. പക്ഷെങ്കിൽ സ്തോത്രം, നിനക്ക് അനുതാപമുള്ള, മടങ്ങി വരാൻ മനസ്സുള്ള ഒരു ഹൃദയമുണ്ടോ? ഇതാ ദൈവം ചോദിക്കുന്നത്. പ്രാർത്ഥന കുറഞ്ഞു പോയ സ്ഥാനത്ത് തിരിച്ച് ദൈവം ഓർപ്പിക്കുമ്പോൾ മടങ്ങി വരാൻ. അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് അങ്ങ് ദൂരെ പോയി ചില നാളുകളായി, ഇനി വരാനായിട്ട് മടിയുണ്ട്. അപ്പൻ്റെ സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് പോയതാണല്ലോ, നാട്ടുകാരെല്ലാം അറിഞ്ഞതായി. ഇനി എങ്ങനെ കയറി വരുന്നതെന്നൊക്കെ ചിന്ത കാണും. പക്ഷേ മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നാട്ടുകാരെയോ അയൽവക്കക്കാരെയോ നോക്കണ്ട. നിന്നെ മാർവോട് അടിപ്പിച്ച്, നിന്നെ കെട്ടിപ്പിടിച്ച്, നിന്നോടൊപ്പം സന്തോഷിക്കുവാൻ തയ്യാറുള്ള ഒരു അപ്പനുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. അതുകൊണ്ട് നോക്കണം, ഈ പത്രോസ് എന്ത് ചെയ്തു? സ്തോത്രം. അവസാനം നോക്കി, അവൻ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. അവൻ ഒത്തിരി കഷ്ടത സഹിച്ചു. നമ്മുടെ വിശ്വാസം വളരുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ്? അതിൻ്റെ കൂടെ ദ്രവ്യാഗ്രഹം വളരുന്നുണ്ടോ? അതിൻ്റെ കൂടെ ജഡീക ആഗ്രഹങ്ങൾ വളരുന്നുണ്ടോ? വിട്ടുകളയേണ്ടത് വിട്ടുകളയുന്നുണ്ടോ? അതിൻ്റെ കൂട്ടത്തിൽ വളരുന്നുണ്ടോ? അതോ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം, പത്രോസിന്റെ തീരുമാനം പോലെ ആരെ നോക്കാൻ, ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ വെള്ളത്തിന്മേൽ യേശുവിന്റെ അടുക്കൽ ഒറ്റയ്ക്ക് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ധൈര്യത്തിന് വേണ്ടി സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് സ്തോത്രം ഒറ്റയ്ക്ക് അവന് വേണ്ടി നിൽക്കാൻ തയ്യാറുണ്ടോ? സ്തോത്രം. 21 ദിവസമൊക്കെ ഒക്കെ ഒരു 10 മുട്ട വെച്ചാൽ എല്ലാം വിരിയത്തില്ലെങ്കിലും ഒരു 5 എണ്ണമെങ്കിലും വിരിയത്തില്ലേ? കഴിഞ്ഞ ചില ദിവസങ്ങളായി, ചില മാസങ്ങളായി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചൂട് തന്നുകൊണ്ടിരിക്കുക. സ്നാനത്തിലേക്ക് നടത്താൻ, അഭിഷേകത്തിലേക്ക് നടത്താൻ, വിശുദ്ധിയിലേക്ക് നടത്താൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുക. നീ സ്തോത്രം, നീ ഒരു ചീമട്ടയായി പോകരുത്.